ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മിൽക്ക് പുഡിങ്ങാണ് ഇന്നത്തെ റെസിപ്പി. കുട്ടികൾക്കേറെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ബൗൾ നിറയെ പാലൊഴിച്ച് കൊടുക്കാം. ഈ ബൗളിൻ്റെ അളവിൽ 1/4 ഭാഗം പഞ്ചസാര ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാരയും കോൺഫ്ലവറും പാലിൽ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ വാനില എസൻസ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനിയാണ് മിക്സ് ചെയ്ത പാല് അടുപ്പത്ത് വെക്കേണ്ടത്. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം പാല് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആഡ് ചെയ്തതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു കുറുകിയ രൂപത്തിലാകുന്നതുവരെ ഇളക്കി കൊടുക്കുക. ഈ സമയം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പുഡിങ്ങിൻ്റെ കൂട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നതാണ് അതിൻ്റെ പരുവം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ വെണ്ണയോ ഏതെങ്കിലും പുരട്ടിയാൽ മതി. സെറ്റായി കഴിയുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു 2-2.5 മണിക്കൂർ തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. 2.5 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ കൊതിയൂറുന്ന പുഡിങ് റെഡിയായി. നല്ല പെർഫെക്റ്റ് പുഡിങ്ങായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ എന്ത് സോഫ്റ്റ്! വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ്. ടേസ്റ്റും അതുപോലെ തന്നെ. കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ട ഈ പുഡിങ് ഇതുപോലെ വളരെ ഈസിയായി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതാണ്. ഗുഡ് ബൈ.